ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. തനി നാടൻ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കിലോ ചെമ്മീൻ ഷെല്ലും വെയിനുമെല്ലാം കളഞ്ഞ് ഉപ്പും മഞ്ഞളും വിനാഗിരിയും അതോടൊപ്പം തന്നെ സോഡാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അണുക്കളെല്ലാം നശിയുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചേർത്ത് കഴുകി വൃത്തിയാക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യമായി ചേർക്കുന്നത് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായി 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തുടർന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. മൂന്ന് കപ്പ് വെള്ളം തിളപ്പിച്ചതിലേക്ക് 2 മുരിങ്ങക്കായ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ചേർക്കാം. തുടർന്ന് 4-5 പച്ചമുളക് നെടുകെ പിളർന്നതും ചേർത്ത് നല്ലതുപോലെ വേവിക്കണം. നല്ല പുളിയുള്ള മാങ്ങ കഷ്ണങ്ങളായോ അല്ലെങ്കിൽ മുഴുവനായോ ഇതിലേക്ക് ചേർത്ത് 10 മിനിറ്റോളം ഇത് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. തുടർന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിളക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റോളം ഇത് വേവിക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കണം. ഫുൾ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരണം. അതിനുശേഷം നമ്മൾ 3 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കും. 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമാക്കി ഇത് വേവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപായി തീ ഓഫ് ചെയ്യണം. ഇനി മറ്റൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ചെറിയുള്ളി നല്ലതുപോലെ മൊരിഞ്ഞു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. മൊരിഞ്ഞു കഴിയുമ്പോൾ ഇത് ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ തനി നാടൻ ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. വെറും 25 മിനിറ്റുകൾ മാത്രം മതി വളരെ ടേസ്റ്റിയായ ഈ ചെമ്മീൻ കറി റെഡിയാക്കിയെടുക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നവർക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതായിരിക്കും. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.